കഥ തുടങ്ങുന്നത് ആനന്ദ് എന്ന 24 വയസ്സുകാരനിലാണ്. അവന് രാവിലെ ഉണരാൻ അലാറം വേണ്ട. കട്ടിലിനരികിലിരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് അവൻ ഉണരുന്നത്. ഇൻസ്റ്റഗ്രാം 12 പുതിയ ഫോളോവേഴ്സ്, 45 ലൈക്കുകൾ. വാട്സാപ്പ് 50 ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ. അവനൊരു ദീർഘശ്വാസം വിടുന്നു. ഇന്നവന്റെ മനസ്സ് സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി അവൻ പോസ്റ്റ് ചെയ്ത റീലിന് നല്ല റീച്ച് കിട്ടിയിരിക്കുന്നു. അവൻ പല്ലു തേക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും ഫോൺ കയ്യിലുണ്ട്. അമ്മ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആനന്ദിന്റെ ശ്രദ്ധ കമന്റ് ബോക്സിലാണ്. അവിടെ ആരോ എഴുതിയിരിക്കുന്നു, ബ്രോ സൂപ്പർ ലുക്ക്. അവൻ അറിയാതെ പുഞ്ചിരിക്കുന്നു. മോനെ ആനന്ദ്, ദേ ചായ. അമ്മ പതിവ് പോലെ സ്നേഹത്തോടെ ചായയും പലഹാരവും മേശയിൽ കൊടുന്നുവച്ചു. അമ്മ അവനെത്തന്നെ നോക്കി കുറച്ചുനേരം നിന്നു. എന്നാൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കാനോ ഒരു മറുപടി നൽകാനോ, എന്തിന് ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിക്കാനോ പോലും അവൻ തയ്യാറായില്ല. സ്ക്രീനിലെ വെളിച്ചം അവന്റെ കണ്ണുകളെ മാത്രമല്ല, ചുറ്റുമുള്ളവരുടെ സ്നേഹം കാണാനുള്ള മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ഒരു വൈകുന്നേരം അവൻ സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി. ഒരു പഴയ ചായക്കടയുടെ മുന്നിലിരുന്ന് അവർ സംസാരിക്കുകയായിരുന്നു. ചായക്കടക്കാരൻ ചേട്ടൻ ചൂടു പുകയുന്ന ചായ ഗ്ലാസുകളിലേക്ക് പകർന്ന് അവർക്ക് മുന്നിലേക്ക് വെച്ചു. ചങ്ങാതിമാർ ചായ കുടിച്ച് ആസ്വദിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആനന്ദ് തന്റെ ഫോൺ എടുത്തു. ചായ ഗ്ലാസിന്റെ പശ്ചാത്തലത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന രംഗം വരും വിധം അവൻ ഫോൺ പല ആംഗിളുകളിലേക്ക് മാറ്റി മാറ്റി ഫോട്ടോകളെടുത്തു. എടാ ആനന്ദ്, ചായ തണുത്തു പോകുന്നു, നീ അതൊന്നു കുടിക്കി. കൂട്ടുകാര് പറഞ്ഞെങ്കിലും അവൻ കേട്ട ഭാവം നടിച്ചില്ല. ഏറ്റവും മികച്ച ആംഗിളിലെടുത്ത ഫോട്ടോ അവൻ അപ്പോൾ തന്നെ ഈവനിംഗ് വൈബ്സ് എന്ന അടിക്കുറിപ്പോടെ പോസ്റ്റ് ചെയ്തു. മിനിറ്റുകൾക്കകം നോട്ടിഫിക്കേഷനുകൾ വരാൻ തുടങ്ങി. സൂപ്പർ ക്ലിക്ക്! അടിപൊളി ലുക്ക് മച്ചാനെ, നീ വേറെ ലെവലാണ്. പിന്നീട് അവൻ തൻ്റെ സ്വന്തം ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തു. അതിനും ഒട്ടനവധി നല്ല കമൻറ്റുകൾ വന്നു. അവൻ സുന്ദരനായിരിക്കുന്നുവെന്നും നല്ല ലുക്കുണ്ടെന്നുമുള്ള പുകഴ്ത്തലുകൾ കണ്ട് അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ താനാണെന്ന ഭാവത്തിൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. രാത്രിയായപ്പോൾ അവൻ വീണ്ടും ഫോണിൽ കമൻറ്റുകൾ നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ കമൻ്റ് അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അപരിചിതനായ ഏതോ ഒരാളിട്ട വളരെ മോശമായൊരു ബാഡ് കമൻറ്റ്. അവൻ്റെ രൂപത്തെയും അവൻ ചെയ്ത പോസ്റ്റിനെയും പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നു അത്. ആ ഒരൊറ്റ കമൻറ്റ് അവൻ്റെ മനസ്സിൻ്റെ സമാധാനം കെടുത്തി. തൊട്ടു പിന്നാലെ സമാനമായ രീതിയിൽ മറ്റു ചില മോശം കമൻറ്റുകൾ കൂടി വന്നതോടെ അവൻ്റെ സന്തോഷമെല്ലാം നിമിഷനേരം കൊണ്ടില്ലാതായി. അവൻ മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾ ആ ഇരുട്ടിൽ കഴിഞ്ഞുകൂടിയ ശേഷമാണ് ആനന്ദിന് ആ തിരിച്ചറിവുണ്ടായത്. അവൻ ആ ഫോൺ പാട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവൻ മേശപ്പുറത്ത് വെച്ചു. അടുത്ത ദിവസം രാവിലെ അവൻ പതിയെ വീടിന് പുറത്തേക്കിറങ്ങി. ദീർഘനാളുകൾക്ക് ശേഷമാണ് അവൻ ഫോണില്ലാതെ പുറത്തേക്ക് നടക്കുന്നത്. അപ്പോഴാണ് ചുറ്റുമുള്ള ലോകത്തിൻ്റെ യഥാർത്ഥ ഭംഗി അവൻ കാണാൻ തുടങ്ങിയത്. വഴിയിലുടനീളം മനോഹരമായ കാഴ്ചകളായിരുന്നു. ചെടികളിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു, തണുത്ത കാറ്റ് വീശുന്നു, കുട്ടികൾ ഓടിക്കളിക്കുന്നു. അവൻ എന്നും പോകാറുള്ള ആ ചായക്കടയുടെ മുന്നിലെത്തി. ചായക്കടക്കാരൻ ചേട്ടൻ അവനെ നോക്കി പതിവ് പോലെ ചിരിച്ചു. ഇത്തവണ ആനന്ദ് ഫോൺ എടുത്തില്ല. പകരം ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കി തിരിച്ചു പുഞ്ചിരിച്ചു. സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഫോണിൻ്റെ സ്ക്രീനിലൂടെയല്ലാതെ നേരിട്ട് കാണുന്ന പ്രകൃതിക്കും മനുഷ്യർക്കും ഇത്രയധികം ഭംഗിയുണ്ടെന്ന് അവൻ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും തൻ്റെ ഫോൺ ഓൺ ചെയ്തു. എന്നാൽ ഇപ്പോൾ അവൻ പഴയ ആനന്ദല്ല. ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾക്ക് അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടിരുന്നു. അവൻ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ അത് അവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഫോൺ അവനെ നിയന്ത്രിക്കുന്നതിന് പകരം അവൻ ഫോണിനെ നിയന്ത്രിക്കുന്ന ഒരു വെറും ഉപകരണം മാത്രമാക്കി മാറ്റി. ജീവിതം സ്ക്രീനുകളിലല്ല, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലും പ്രകൃതിയിലുമാണെന്ന വലിയ സത്യം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ചിന്താശേഷിയുണർത്തുന്ന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.